ഈശോ മിശിഹായുടെ ഒരുപാട് വെളിപ്പെടുത്തലുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് നൽകി വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് അവിടെ നിന്ന് വീണ്ടും വരും എന്നുള്ളത്. ഞാൻ വിഷയത്തെക്കുറിച്ച് പല ആളുകളിൽ നിന്ന് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷണമാണ് ബ്രദർ റാഫേൽ മാപ്രാണി ബ്രദർ നൽകുന്ന പ്രഭാഷണം. 10-25 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ബ്രദറാണ് റാഫേൽ മാപ്രാണി ബ്രദർ. തൃശ്ശൂരാണ് റാഫേൽ ബ്രദറിൻ്റെ വീട്. നല്ല കർത്താവിനോട് സ്നേഹമാണ്, കർത്താവിന് വേണ്ടി നല്ല ഡെഡിക്കേഷനാണ്. അതുപോലെ തന്നെ വചനത്തെ കേന്ദ്രീകരിച്ച് വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ശുശ്രൂഷകൾ ഇന്ന് വലിയൊരു ബ്ലെസ്സിങ് ആണ് റാഫേൽ ബ്രദറിൻ്റെ ശുശ്രൂഷ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവവചനം പ്രഘോഷിക്കാനും ദൈവരാജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും റാഫേൽ മാപ്രാണി ബ്രദറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ചൊല്ലി തരുന്ന പ്രാർത്ഥന വലിയ സ്വരത്തിൽ ഏറ്റുചൊല്ലണം കേട്ടോ. എല്ലാവരും ഏറ്റുചൊല്ലുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുന്ന് ഏക ദൈവമാണെന്ന്, ഏക രക്ഷകനാണെന്ന് എന്റെ ഉത്തമ ബോധ്യത്തോടെ പൂർണ്ണ മനസ്സോടെ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. യേശു ക്രിസ്തുവേ, അവിടുന്ന് എന്റെ പാപങ്ങളും എന്റെ രോഗങ്ങളും എന്റെ ശാപങ്ങളും എന്റെ വേദനകളും എന്റെ മരണവും ഏറ്റെടുക്കുവാൻ മനുഷ്യനായി അവതരിച്ചുവെന്നും അവ ഏറ്റെടുത്ത് ഗാഗുൽത്താ മലയിൽ കുരിശിന്മേൽ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും മരണത്തെ ജയിച്ച് സാത്താനെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും എന്റെ ഉത്തമ ബോധ്യത്തോടെ എന്റെ പൂർണ്ണ മനസ്സോടെ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. പാപത്തെയും വലിയ സ്വരത്തിൽ പാപത്തെയും സാത്താനെയും അവന്റെ ആഡംബരങ്ങളെയും പൂർണ്ണ മനസ്സോടെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരുമുമ്പിൽ എന്റെ ഭവനത്തെ എന്റെ കുടുംബാംഗങ്ങളെ അവിടുന്ന് എനിക്ക് നൽകിയ സമസ്ത വസ്തുക്കളെ ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ. രാജാവായി കർത്താവായി ദൈവമായി രക്ഷകനായി നാഥനായി വൈദ്യനായി ഇടയനായി ഞങ്ങളുടെ ഭവനത്തിൽ അവിടുന്ന് വാഴണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ തിരുഹൃദയം പോലെ എന്റെ ഹൃദയത്തെ അവിടുന്ന് മാറ്റണമേ. തിരുവചനങ്ങൾ കേൾക്കുവാനും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങനെ ഞങ്ങൾ ഈ ലോകത്തിലും പരലോകത്തിലും അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ പരിശുദ്ധമായ തിരുവചനങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അങ്ങനെ ഞങ്ങൾ അനുഗ്രഹമായി മാറുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ശാരീരികമായ മാനസികമായ ആന്തരികമായ ആത്മീയമായ തടസ്സങ്ങളും ബന്ധനങ്ങളും പഴക്കദോഷങ്ങളും വിശ്വാസരാഹിത്യവും ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ നിർവീര്യമാക്കണമേ. സകല മാലാഖമാരേ, സകല വിശുദ്ധരേ, ഞങ്ങളുടെ പേരിന്റെ കാരണഭൂതരായവരെ, കാവൽ ദൂതന്മാരെ, നിന്റെ വിശുദ്ധ
വിശുദ്ധനായ വിശുദ്ധ ഹിലാരി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കടന്നു വരുവാൻ സാധിക്കാതെ പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഹൃദയത്തിലൂടെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നല്ല ദൈവമേ, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വലിയ സ്വരത്തിൽ ക്രിസ്മസ് ആഘോഷിച്ച ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ ആയിരിക്കുന്നത്. ക്രിസ്മസിന്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിനെക്കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കാൻ പോണേ. വിശുദ്ധ ബൈബിള് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ എന്തിനാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്, എന്തിനാണ് പാടുപീട സഹിച്ച് കുരിശിൽ മരിച്ചത്, അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് യേശുക്രിസ്തു പറയുന്നു. യേശുക്രിസ്തു പറയുന്നത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ, കാരണം എല്ലാം ബൈബിളിനെ ആധാരമാക്കിയിട്ടാണ് പറയുക. സഹോദരങ്ങൾ ഡിസ്പ്ലേ ചെയ്യട്ടോ. അത് നമുക്ക് പ്രധാനമായും കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 എല്ലാവരും ഡിസ്പ്ലേ നോക്കി വായിച്ചേൻ. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും ഉറക്കെ വായിച്ചേൻ, മനസ്സിലാക്കി വായിച്ചേൻ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ. അതാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഉദ്ദേശമെന്ന് ചെറിയവനായ ഞാനല്ല, വലിയവനായ നമ്മുടെ ഗുരു പറഞ്ഞു തരാണ്. ബൈബിളിലൂടെയല്ലേ നമ്മുടെ കർത്താവ് പ്രധാനമായി സംസാരിക്കുക. ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യന് ഉണ്ടായത് ദൈവമക്കളെന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. രണ്ടാം മനുഷ്യനായ ക്രിസ്തു രണ്ടാം പരമായ കുരിശിലൂടെ നമുക്ക് നേടിത്തന്നത് ആ നഷ്ടപ്പെട്ട മക്കൾ എന്ന സ്ഥാനമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമ്മൾ ആരും ജനിക്കുമ്പോൾ ദൈവമക്കളല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഈശോയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്, അത് ശരിയല്ല. നമ്മൾ ജനിക്കുമ്പോൾ മനുഷ്യമക്കളായിട്ടാണ് ജനിക്കുന്നത്. അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, രണ്ട് കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി മാറുന്നതെന്ന് ചെറിയവനായ ഞാനല്ല, വലിയവനായ കർത്താവ് പഠിപ്പിക്കുന്നു. ഏത് രണ്ട് കാര്യം? ഒന്ന്, യേശുവിനെ സ്വീകരിക്കണം, രണ്ട്, യേശുവിനെ വിശ്വസിക്കണം. ഇനി നമുക്ക് സെൽഫ് ഇവാലുവേഷൻ, സ്വയം വിലയിരുത്താം. നമ്മൾ ഈ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ, യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മളെല്ലാവരും, ഞാൻ കാലത്താണ് കുർബാന സ്വീകരിച്ചത്, നിങ്ങളെല്ലാവരും നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആരെ സ്വീകരിക്കുന്നുണ്ട്? യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവമക്കളായി മാറേണ്ട ഒന്നാമത്തെ റിക്വയർമെൻറ്റ് നമ്മൾ പൂർത്തീകരിച്ചു. രണ്ടാമതാണ് യേശുവിൽ വിശ്വസിക്കുക. എല്ലാ പ്രധാന പ്രാർത്ഥനയുടെയും ആരംഭത്തിലുള്ള ഒരു മെയിൻ പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. അതിൽ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ നമ്മളെ നോക്കി യേശു ക്രിസ്തു പറയാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇതാണ് ക്രിസ്ത്യാത്മീയത്തിൻ്റെ ഒന്നാമത്തെ പാഠം. പക്ഷെ ഇന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുന്നത് ഈ സബ്ജക്റ്റ് അല്ല. കാരണം ഈ വർഷം തിരുസഭ കർത്താവിൻ്റെ മണവാട്ടിയുടെ വിമോചന വർഷമായിട്ട്, അതായത് ജൂബിലി വർഷമായിട്ടുള്ള ആഘോഷിക്കുന്നത്. അതിൻ്റെ പ്രധാന കണ്ടന്റ് എന്താണ്? സമഗ്രമായിട്ടുള്ള വിമോചനമാണ്. ഒരു മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ ദുഃഖം തരുന്നത് 5 മേഖലയിലൂടെയാണ്. എത്ര മേഖലയിലൂടെയാണ്? ഏതാണ് 5 മേഖല? പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ശാപത്തിൻ്റെ, വേദനയുടെ, മരണത്തിൻ്റെ. ഇത് ഈ 4 കാര്യമുണ്ടല്ലോ. ഈ മരണമെന്ന ആ ദുഃഖത്തിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. അപ്പം മരണം നമ്മൾ നേടിയെടുക്കാൻ സാധിച്ചാൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റ് 4 ദുഃഖങ്ങളും നമ്മൾ നിന്നാകണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ദൈവമക്കളായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്. നമ്മുടെ ദൈവത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയാണ് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, ഓവനിപുട്ടൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായ പ്രത്യേകതകളാണ്. എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? എല്ലാവരും അവർക്ക് പറഞ്ഞ ദൈവം മരണമില്ലാത്തവനാണ്. പറഞ്ഞെല്ലാവരും നമ്മൾ കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കാറില്ലേ, നിത്യൻ, അമർത്യൻ, പരിശുദ്ധൻ. അതിനെ മലങ്കരക്കാരുടെ കുർബാനയിലാണെങ്കിൽ നമ്മൾ കുറച്ച് അലങ്കാരിക ഭാഷയിൽ അവർ പച്ചമലയാളത്തിൽ പ്രാർത്ഥിക്കും. എന്താണ്? മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഈ പ്രപഞ്ചത്തിൽ ഈ പറയുന്ന എനിക്കാകട്ടെ, കേൾക്കുന്ന നിങ്ങൾക്കാകട്ടെ,
ഒരു ജീവജാലങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമുള്ളൂ, എന്താണ്? മരണം. ദൈവത്തിനില്ലാത്തതാണ് എന്ത്? മരണം. അപ്പോൾ ഞാൻ നിങ്ങളും ദൈവമക്കളായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് മരണമില്ലായ്മ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്തിനാണ് മനുഷ്യനായി അവതരിച്ച് കുരിശിൽ പാടുപീട സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തെന്ന് കർത്താവ് പറയുന്ന, അതിലൂടെ ആ കർത്താവിനെ നിശ്ചിതമായി സ്വീകരിക്കുന്ന നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് സ്പഷ്ടമായി കർത്താവ് പറയുന്ന ഒരു രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5:24 അവിടെ കർത്താവ് പറയാണ്, എല്ലാവരും ചേർന്ന് വായിച്ചാൽ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ബൈബിളിൽ വചനങ്ങളുടെ ഡെപ്ത്, അതിൻ്റെ ആത്മീയതയുടെ ഡെപ്ത് അനുസരിച്ച് ഓരോ അതിശയോക്തി കർത്താവ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് സാധാരണ ഇതാണെങ്കിൽ സാധാരണ ഞങ്ങൾ പറയും, ഏതെങ്കിലും വാക്യത്തിനോ മെസ്സേജിനോ അമിത പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ചില വാക്യം കേട്ടല്ലേ? അപ്പോൾ സാധാരണ അവിടെ തരുന്ന മെസ്സേജിനേക്കാൾ അതീവ ഗൗരവത്തിലാണ് ആ മെസ്സേജ് തരുന്നത്. ഇനി അതിനേക്കാൾ ഏറ്റവും വലിയ ഗൗരവത്തിൽ ഒരു മെസ്സേജ് തൻ്റെ മക്കൾക്ക് തരാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ പറയാണ്, എന്താ സത്യം കർത്താവ് പറയുന്നത്? എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്തുണ്ട്? ഉറക്കെ വായിക്കുകയും നിത്യജീവനുണ്ട്, അവരെ ശിക്ഷാവിധി ഉണ്ടാവുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. അത് ഞാൻ നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുള്ളേ. ഇനി കുദാശയുടെ രൂപത്തിൽ പറഞ്ഞ മാമോദീസയിലൂടെ നമ്മുടെ കർത്താവ്, ചെറിയവനായ ഞാനല്ല വലിയവനായ നമ്മുടെ കർത്താവ് പറഞ്ഞാണ്, നീ മരണമില്ലാത്തവനായി അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവകാശിയായി മാറി. അതായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ടാണ് പിതാവായ ദൈവം എന്തിനാണ് യേശു ക്രിസ്തുവിനെ മനുഷ്യനായി അവതരിച്ച് ഈ ലോകത്തിലേക്ക് രക്ഷാകരണ കൃത്യം നടത്തുവാൻ അയച്ചതെന്ന് പറയുന്ന രംഗം ബൈബിളിലുണ്ട്. അത് എഴുതി വെച്ചിരിക്കുന്ന ഏശയ്യായുടെ പ്രവചനം 25-ാം വാക്യത്തിലാണ്. എന്തിനാണ് ഈശോ, ഇപ്പം നമ്മൾ ക്രിസ്മസൊക്കെ വലിയ ആഘോഷിച്ചു, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? ഇനി വലിയ ദുഃഖത്തിൻ്റെ ദിവസങ്ങൾ നമ്മൾ ആഘോഷിക്കാൻ പോവാണ്, അത് വലിയ നോയമ്പും അതിനോട് ചേർന്നുള്ള പീഡാസഹന ഉത്ഥാനമൊക്കെ. എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം പിതാവ് തൻ്റെ മക്കളായ നമ്മളോട് ബൈബിളിലൂടെയല്ലേ നമ്മുടെ അപ്പൻ സംസാരിക്കുക. അതാണ് ഏശയ്യ 25-8 വാക്യം. ഏശയ്യ 25-8 ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി സകലരുടെയും കണ്ണുനീര് അവിടെ തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനുഭൂമിയിൽ എല്ലാവരും അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇതാരുളി ചെയ്യുന്നത്. കർത്താവാണത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും. അതാണ് കർത്താവിൻ്റെ മണവാട്ടിയെ ഒരുക്കുന്ന പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രചോദിതമായി സഭയുടെ ആത്മീയശേഷന്മാർ ഈ വർഷത്തെ ജൂബിലി വർഷമായി നാം പ്രഖ്യാപിക്കാൻ കാരണമായത്. ജൂബിലി വർഷം എന്ന് പറയുമ്പോൾ ലേവിയർ 25-ാം അധ്യായത്തിലാണ് ജൂബിലി വർഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ പിതാവ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ 8 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അതെ, വർഷങ്ങളുടെ 7 സാബത്ത് നിങ്ങൾ, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഴ്ചയുടെ അല്ലേ, വർഷങ്ങളുടെ സാബത്ത് എന്ന് പറഞ്ഞാൽ 7 അപ്പോൾ 7 സാബത്ത്, അതായത് 49 വർഷം കഴിയുമ്പോൾ എല്ലാ അടിമത്തവും മോചിപ്പിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അവർ സകലരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണം ഉണ്ടായിരിക്കില്ല. അവൻ അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. മരണത്തെ എന്നേക്കുമായും ഗ്രസിക്കും. ഗ്രസിച്ചു എന്നല്ല എഴുതി വെച്ചത്, പിന്നെ എന്താ എഴുതി വെച്ചത്? ഗ്രസിക്കും. എന്തുകൊണ്ട് അങ്ങനെ എഴുതി വയ്ക്കാൻ കാരണം ലളിതമായി പറഞ്ഞുതരാം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര കൃത്യത്തിന് 700 വർഷമാണ് ഏശയ്യ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് പിതാവായ ദൈവം പറയുന്നത്, ഞാൻ എൻ്റെ ഓമനകുമാരൻ ഭൂമിയിലേക്ക് അയക്കും, അവൻ വന്ന് നിങ്ങളുടെ മരണത്തെ ഒപ്പിയെടുക്കും. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണ ശേഷം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ഒരു ദിവസത്തോടെ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, 1 ദിവസം 15-26 പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. അവിടെ പറയാണ്, മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കേണ്ടു കഴിഞ്ഞുവല്ലോ. എല്ലാവരും എന്നോട് ചേർന്ന് വായിക്കേ, മരണമെന്ന അവസാന ശത്രുവും. വാതുറന്ന് ഉറക്കെ വായിച്ച എല്ലാവരും, മരണമെന്ന അവസാന ശത്രുവും ആരുടെ യോഗ്യതയാൽ? യേശു ക്രിസ്തുവിൻ്റെ എന്തിൻ്റെ യോഗ്യതയാൽ? കുരിശുമരണത്തിൻ്റെ യോഗ്യതയാണ്. ആ യേശുവിനെ കർത്താവായി സ്വീകരിച്ച എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയാണ്, നീ മരണമില്ലാത്തവനാണ്. അതുകൊണ്ടാണ്, കാരണം യേശുവിൻ്റെ കുരിശുമരണം നമ്മളെ മരണം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ
4-ാമത്തെ വാക്യത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന രംഗമാണ് വെളിപാട് 21-4 വാക്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് കാണുക: അവിടുന്ന് അവരുടെ മിഴിയിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. അവിടുന്ന് അവരുടെ മിഴിയിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയല്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ. കാരണം മരണത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ ദുഃഖവും വേദനയും ശാപവും പാപം എന്നൊക്കെ പറയുന്നത്. മരണം ഏറ്റെടുത്തപ്പെട്ടാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എല്ലാം ഇല്ലാതാകും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ അങ്ങനെ പഠിപ്പിച്ചത്. അവിടുന്ന് അവിടെ വീഴുന്ന കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയല്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ ഇതാ പഴയതെല്ലാം കടന്നുപോയി. ഈ ജൂബിലി വർഷത്തിൻ്റെ പ്രധാന ഉദ്ദേശം പരിശുദ്ധാത്മ സഭാശേഷന്മാരുടെ അത് പ്രഖ്യാപിക്കാനിടയായ എൻ്റെ പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുഹിതത്തിൻ്റെ പൂർത്തീകരണമാണ് ദൈവമക്കളെ. അതുകൊണ്ടാണ് എബ്രായർ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, എബ്രായർ 2:15 എന്തിനാണ് ഈശോ മനുഷ്യനായി അവതരിച്ച് പാടുപിട സഹിച്ച് കുരിശിൽ മരിച്ച് രക്ഷാകരണ വൃത്തി നടത്തിയെന്ന് എബ്രായരിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. അതെന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശ് വേണം കേട്ടോ. അത് എല്ലാവരും എന്നോട് ചേർന്ന് വായിച്ചേൻ, ഉറക്കെ വായിച്ചേൻ. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യകുലവിനെ മുഴുവനെയും, അതാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് ഈ ലോകത്തിൽ ഭൗതികമായ നേട്ടം തരാൻ മാത്രമല്ല. ഭൗതിക നേട്ടങ്ങളൊക്കെ നമുക്ക് തരും. കാണുന്നത് നമ്മൾ ദൈവമക്കളല്ലേ, തന്നെ മക്കൾക്ക് ആവശ്യമായതൊക്കെ തരും. അതല്ലായിരുന്നു, അത് ചെറിയ ഉദ്ദേശമാണ്, വലിയ ഉദ്ദേശമാണ് ഇപ്പോൾ നമ്മൾ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ധ്യാനഗുരുവച്ചൻ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മളെ ഉത്ബോധിപ്പിച്ചത്. നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അതാണ്. അതുകൊണ്ടാണ് എബ്രായർ ലേഖനത്തിൽ പറഞ്ഞത് അത് തന്നെ ഈശോയുടെ കുരിശ് വണ്ണം മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. എത്ര കൊലകൊമ്പനാകട്ടെ മരണത്തെ മുഖാമുഖം കാണുമ്പോഴൊന്ന് ചുടി അത് ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് ഉത്തമ ക്രിസ്ത്യാനിക്ക് മരണത്തിന് ഭയമില്ലായ്മ. നിങ്ങൾ കണ്ടില്ലേ ആ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ നമ്മുടെ ഈജിപ്തിൽ നിന്ന് നമ്മുടെ ഇവിടെ ബംഗാളികൾ ജോലിക്ക് വരുന്ന പോലെ വന്നതാണ്. അവരവിടെ വന്നപ്പോൾ IS തീവ്രവാദികൾ നിങ്ങൾ ക്രിസ്തുമതം ഉപേക്ഷിച്ചില്ലേ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവർ കഴുത്തഞ്ചി കൊടുത്തില്ലേ? കാരണം അവർക്ക് മരണഭയം ഉണ്ടായില്ല. കാരണം അവർ ഉത്തമ ക്രിസ്ത്യാനികളായിരുന്നു. ഉത്തമ ക്രിസ്ത്യാനിയുടെ മരണമായി ഏറ്റെടുത്ത കർത്താവാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ അങ്ങനെ പഠിപ്പിച്ചത്. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്നെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യകുലം മുഴുവനെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 25-26 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 25-26 അങ്ങനെ പഠിപ്പിക്കുന്നു. അവിടെ പറയാണ്, യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കാൻ മരിച്ചാലും ജീവിക്കും. എന്നോട് ചേർത്ത് വായിക്കുക എല്ലാവരും. അങ്ങനെ എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും, ഉറക്കെ പറഞ്ഞ ഒരിക്കലും, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ ഒരിക്കലും. അപ്പൊ നമുക്ക് എന്തില്ല? എല്ലാവരും നമുക്ക് എന്തില്ല? ഒരാളെ പറഞ്ഞ എല്ലാവരും പറഞ്ഞ നമുക്ക് എന്തില്ല എന്ന് ആരാ പഠിപ്പിച്ചത്? ഞാൻ പഠിപ്പിച്ചിട്ടില്ല, യേശു ക്രിസ്തു. യേശുവിനേക്ക് വലിയ ആത്മീകരം നമുക്കുണ്ടോ? എന്തിലൂടെ പഠിപ്പിച്ചത്? ബൈബിളിലൂടെ. ബൈബിളിലേക്ക് വലിയ ആത്മഗ്രന്ഥമില്ല. നാം മരണമില്ലാത്തവരാണ് ദൈവമക്കളെ. അതുകൊണ്ടാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം എങ്ങനെയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇനി നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, 4 ചാപ്റ്റർ ഉണ്ട്. 1-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇതുവരെ ഞാൻ ബൈബിളാണ് പറഞ്ഞു. ഇനി 1 മിനിറ്റ് ഞാൻ ലോകത്തിൻ്റെ ഭാഷ പറയാൻ പോകണം. 1 മിനിറ്റ്. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ബൈബിളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബൈബിളല്ല പറയണേ. നമ്മുടെ വീടുകളിൽ ആരെങ്കിലൊക്കെ ഈ ലോകത്ത് വേർപെട്ട് പോയാൽ നമ്മളൊരു ചരമറിയിപ്പ് പ്രിൻ്റ് ചെയ്യും. ഞങ്ങൾ തൃശ്ശൂർക്കാർ അതിനെ പറയുക മരണക്കുറി എന്നാണ്. ഒരാളുടെ കല്യാണക്കുറിയാണ് കണ്ടു കഴിഞ്ഞാൽ വിളിക്കുന്ന ആളുടെ പണത്തിൻ്റെ കുഴിപ്പ് എത്രയാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ മരണക്കുറിയിൽ മാത്രം നമുക്കൊരു സമത്തുണ്ട്, ഒരു തുല്യതയുണ്ട്. നിങ്ങൾ മരണക്കുറി എങ്ങാനും 3-4 ബോളിൽ കണ്ടിട്ടുണ്ടോ? തങ്കലിപിൽ കണ്ടിട്ടുണ്ടോ? ദൈവമക്കളെ അതിന് സെയിമാണ്. ഞാൻ പറയുമ്പോൾ അതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഓർമ്മ. ഒരു വെളുത്ത കട്ടിക്കടലാസിൽ കറുത്തക്ഷരത്തിൽ ഒരു ക്രൂശ് രൂപം, സൈഡിൽ 2 മാലാഖയുടെ പടം, അതിൻ്റെ ഇടയിൽ ഈശോ മറിയ യോസേഫിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് അതിൻ്റെ താഴെ എഴുതിയാണ്ട് ഇന്നാള് അപ്പനമാരാണെങ്കിൽ ഇന്ന സമയത്ത് ആത്മത്തിന് വേണ്ട അന്ത്യകുദാശകൾ കൈക്കൊണ്ട് മരിച്ചുപോയി എന്ന് എഴുതാറുണ്ടോ? നമ്മൾ ചരമം പടഞ്ഞു എന്ന് എഴുതാറുണ്ടോ? നിര്യാതനായി എഴുതാറുണ്ടോ? എന്താ നമ്മൾ എഴുതാറ്? നോർത്ത് നോക്കിയാൽ കർത്താവിൽ ഒരിക്കലും നിദ്ര എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉറക്കം. ഒരിക്കലും മരണമെന്നോ
മരണമെന്ന് അർത്ഥം വരുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വേർപാട് മരണമല്ല എന്ന സത്യം നമുക്കെല്ലാം നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. നമ്മുടെ പൂർവികരുണ്ടാക്കി വെച്ച വാചകങ്ങൾ, ഒരു ഘടന, ഒരു പാറ്റേണാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. എവിടെ നിന്നാണ് നമ്മുടെ പൂർവികർക്ക് അറിവ് കിട്ടിയത്? അത് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട തെസ്സലോനിക്കയുടെ 1 ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ തന്നെ മണവാട്ടിയായ തൻ്റെ മക്കളായ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ വേർപാടിൻ്റെ മഹത്വം എത്ര മഹോന്നതമാണെന്ന് പറഞ്ഞു തരുന്ന രംഗമുണ്ട് ദൈവമക്കളെ. 1 തെസ്സലോനിക്ക 4:13 ഇങ്ങനെ പറയുന്നു: സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിപ്പാൻ. ഒരു ദൈവ പൈതൽ ഒരിക്കലും വേർപാടിനെ കുറിച്ച് ദുഃഖിക്കരുതെന്ന് ചെറിയവനായ ഞാനല്ലല്ലോ, വലിയവനായ പരിശുദ്ധാൽ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. നിങ്ങൾ ദുഃഖിക്കാതിരിപ്പാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അപ്പോൾ എവിടെ നിന്നാ ചെറുമാറിയപ്പോൾ ആ വാക്ക് വന്നതെന്ന് മനസ്സിലായില്ലേ? 1 തെസ്സലോനിക്കർ 4:13. 1 തെസ്സലോനിക്കർ 4:14 എന്താ പറയണേന്നറിയോ? അവിടെ ഇങ്ങനെയാണ് പറയാ, അവിടെ പറയാണ്, യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവാനോടുകൂടെ. അപ്പം ആ വാക്കൊന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വായിച്ചാൽ, യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്ന പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവാവിനോടുകൂടെ. അപ്പം നിത്യൻ്റെ ഉയർപ്പ് അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ് എല്ലാവർക്കും ഇല്ല. പിന്നെ ആർക്കുള്ളത്? യേശുവിൽ നിദ്ര പ്രാപിച്ചവർക്ക്. അവർക്ക് പറഞ്ഞ എല്ലാവരും ക്രിസ്ത്യാനിയുടെ ഏറ്റവും അമൂല്യമായ ആത്മീയ ചിന്തയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അറിവിൽ ഞാൻ തന്നെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ദൈവമക്കളെ. ക്രിസ്ത്യാനിയുടെ ഏറ്റവും ഉയർന്ന ആത്മീയ ചിന്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കർത്താവ് പറയാണ്, യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്ന പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവാനോടുകൂടെ. അപ്പം എനിക്കോ നിനക്കോ നിത്യജീവൻ്റെ ഉറപ്പ് കിട്ടണമെങ്കിൽ നാം ആരിൽ നിദ്ര പ്രാപിക്കണം? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചിന്തിക്കാൻ പോകണം. അടുത്ത വിഷയം വേറെയാണ്. ഇപ്പം എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി, നമ്മളെത്തിയിരിക്കുന്ന ലെവൽ ഇതാണ്. എനിക്കോ നിനക്കോ നിത്യജീവൻ കിട്ടണമെങ്കിൽ യേശുവിൽ നിദ്ര പ്രാപിക്കണം. അത് ക്ലിയറായി. ഇനി നമ്മൾ ചിന്തിക്കാൻ പോണത് ഇങ്ങനെയാണ്, എങ്ങനെ എനിക്ക് യേശുവിൽ നിദ്ര പ്രാപിക്കാൻ പറ്റുക? മരിക്കാറാകുമ്പോൾ 2 ലക്ഷം മോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, മോനെ ഡാഡി മരിച്ചാൽ പോട്ടെ സദ്യം പരസ്യപ്പെടുത്തണം. എൻ്റെ ഡാഡി ആത്മത്തിന് വേണ്ട അന്ത്യഉദാശാലം കൈക്കൊണ്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ചെന്ന് പരസ്യപ്പെടുത്തിയാൽ നമ്മുടെ പറഞ്ഞ യേശുവിൽ നിദ്രയാവോ? ഇല്ല. പിന്നെ എങ്ങനെയാ പറ്റുക? വളരെ ലളിതമാണ്. ക്രിസ്ത്യാനിത വളരെ ലളിതമായിട്ടാണ് ബൈബിളിലൂടെ നമ്മുടെ ചെറിയപ്പൻ തന്നെ മക്കൾക്ക് പറഞ്ഞു തരുന്നത്. ബൈബിളിൽ ആധാരം നോക്കി അത് എത്രമാത്രം ലളിതമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഇത്രയുള്ള ദൈവമക്കളെ, എനിക്കോ നിനക്കോ ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: നാം ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുക. നാം ക്രിസ്തുവിൽ. ഗലാത്യരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഗലാത്യർ 2:20, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു. ഒരു ക്രിസ്ത്യാനിക്ക്, ക്രിസ്ത്യാനിന് മാത്രമുള്ള ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിന് വിശുദ്ധ ബൈബിൾ പ്രകാരം 2 തരം ജീവിതമാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുക. അതേത് വേണമെന്ന് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. നിന്റെ ആത്മീയ ജീവിതം ഈ ലോകത്തിൽ എങ്ങനെ വേണമെന്ന് ആർക്കും കൈകടത്താൻ പറ്റില്ല, നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. പിശാചിനെയും പഴിചാരണ്ട, നാട്ടുകാരെയും പഴിചാരണ്ട, മാതാപിതാക്കന്മാരെയും പഴിചാരണ്ട. നിന്റെ ആത്മീയതം എങ്ങനെ വേണമെന്ന് ഈ പ്രപഞ്ചത്തിൽ നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. അതൊരു സത്യം. വേറെ സത്യം, 2 തരം ജീവിതമാണ് നിനക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഈ ലോക ജീവിതത്തിലെ ഈ മക്കളെ. ഇതേതാണ് 2 തരം? അത് 2 പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. അത് വളരെ ലളിതമാണ്. ഒന്നിത്രയുള്ളൂ, സ്വയം കേന്ദ്രീകൃതമായ ജീവിതം. 2 ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. എന്താണ് സ്വയം? സെൽഫ് സെൻറ്റേഡ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് സെൻറ്റേഡ് എന്ന് പറയും. സ്വയം കേന്ദ്രീകൃതமான ജീവിതം എന്താ? വളരെ ലളിതമാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും തോന്നുന്ന പോലെ ജീവിക്കുക. ഇപ്പോൾ 25 ദിവസം നോയമ്പെടുക്കാൻ തോന്നി നോയമ്പെടുത്തു. ക്രിസ്മസ് അല്ലേ വരുന്ന, കള്ളുടിക്കാന്ന് കള്ളുടിച്ചു. വീട്ടിൽ വിരുന്നാർ വന്ന് അന്ന് കുടുംബപ്രാർത്ഥന വേണ്ടടി, ഉറക്കം വരുന്നില്ല, പ്രാർത്ഥന കാലത്ത് എഴുന്നേറ്റ് അന്ന് ഉറക്കമൊന്നും വരില്ല, അന്ന് പോയിട്ട് കുർബാനയ്ക്ക് പോവാം. ഇന്ന് ഭയങ്കര മഞ്ഞ്, അന്ന് കുർബാനയ്ക്ക് പോകണ്ട. ദൈവമക്കളെ, അയൽക്കാരോട് മിണ്ടാവുന്ന മിണ്ടി, ഈ ഇപ്പുറത്തുള്ളവർ മിണ്ടണ്ടാവുന്ന മിണ്ടില്ല. ഇതിൻ്റെ പേരാണ് സ്വയം കേന്ദ്രീകൃതമായ ജീവിതം. ഈശോയുടെ ഭാഷയെ പറഞ്ഞാൽ എഫെസോസുകാരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം 3-4 വാക്യത്തിൽ
എന്താണ് സ്വയം കേന്ദ്രീകൃതമായ ജീവിതമെന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അവിടെ ഇങ്ങനെയാണ് പറയാ, അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. അനുസരണക്കേണ്ടിയും ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് പള്ളിയിൽ പോകാൻ തോന്നി പള്ളിയിൽ പോയി, കുടുംബ പ്രാർത്ഥന ചെല്ലാൻ ചൊല്ലി, വീട്ടിൽ വരുന്നവർ വന്ന് പ്രാർത്ഥന വേണ്ട, ടി വിയിൽ നല്ല പ്രോഗ്രാം ഒന്ന് പ്രാർത്ഥന വേണ്ടടി, ഇന്ന് ഭയങ്കര മഞ്ഞ എന്നാൽ പള്ളിയിൽ പോകണ്ട, 25 ദിവസം നോയമ്പെടുക്കാൻ നോയമ്പെടുത്തു, ക്രിസ്മസിൽ വരണേ എന്നാൽ കള്ളുടി. ഇതാണ് ശരീരത്തിനും മനസ്സിനും തോന്നിയപ്പോൾ ജീവിതം. ഈ ജീവിതമാണ് ഞാനോ നിങ്ങളെ നയിക്കുന്നെങ്കിൽ വലിയ വേദനയോടെ പരിശുദ്ധാൽ നമ്മളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. അതേ എഫെസ്യർക്കാരൻ 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം ഇങ്ങനെ പറയാ, നമ്മളും സ്വഭാവേന മറ്റുള്ളവരെ പോലെ ക്രോധത്തിൻ്റെ, അതായത് ദൈവക്രോധത്തിൻ്റെ മക്കളായിത്തീർന്നു. പാപം വഴി നാം മരിച്ചവരായിത്തീരുന്നു. മരണം നരകത്തിലേക്കുള്ള മാറ്റപ്പെടലാണ്. ദൈവമക്കളെ നിദ്ര സ്വർഗത്തിലേക്കുള്ള മാറ്റപ്പെടലാണ്. മരിക്കണമോ നിദ്ര പ്രാപിക്കണമോ നമ്മളാണ് തീരുമാനിക്കുക. സ്വയം കേന്ദ്രീകൃതമായ ജീവിതത്തിന് അന്ത്യം മരണമാണ്. ഇനി എന്താണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം? അതും വളരെ ലളിതമാണ്. ചെറിയ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അഭിലാഷകൾ മുൻതൂക്കമില്ല, കർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് അഭിലാഷകൾ മുൻതൂക്കം. അപ്പോൾ അടുത്ത പ്രശ്നം വരാണ്, കർത്താവിൻ്റെ ആഗ്രഹ അഭിലാഷം എവിടെ നിന്ന് മനസ്സിലാക്കുക? സഭയുടെ ആത്മീയ ശ്രേഷ്ഠന്മാരിലൂടെ, ബൈബിളിലൂടെ. അപ്പം ഞാൻ ഒരു കർഷകനാണ്, എൻ്റെ ആഗ്രഹം അവിടെ നാളേരണ്ട് പണിക്കാരുണ്ട്, അതൊക്കെ ക്രമീകരിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ പറയുന്നത്, ബ്രദറെ എവിടെ വരിക, സഹായിക്കാൻ ആവശ്യമുണ്ട്. അപ്പം അതെല്ലാം മാറ്റി വെച്ച് ഞാനിട്ട് പോന്നു. അപ്പം എൻ്റെ ആഗ്രഹത്തിന് പ്രസക്തമില്ല, കർത്താവിൻ്റെ ആഗ്രഹത്തിനാണ് പ്രസക്തി. അതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. ഈശോയുടെ ഭാഷയിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്താണ് നമ്മുടെ ഗുരു പറഞ്ഞു തരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. യോഹന്നാൻ 15:7 ഇങ്ങനെ പഠിപ്പിക്കുന്നു, അതേ നിങ്ങളിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേ ആയില്ലേ? മണ്ടുള്ളില്ലാരും കുറേ വർഷമായില്ലേ? തരണേ ചോദിക്കാൻ തരണ്ട, കിട്ടണില്ലേ? കിട്ടൂല. ബൈബിൾ നുണയായോണ്ടല്ലേ? ബൈബിൾ നുണയായോണ്ടല്ല. ഇഷ്ടമുള്ള ചോദിക്കുന്നേക്കുമ്പോൾ 2 കണ്ടീഷൻ നമ്മുടെ ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടീഷൻ? നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വാക്ക് നിങ്ങളിൽ, എന്നിട്ട് വേണം ഇഷ്ടമുള്ളത് ചോദിക്കാൻ. ബലിപീഠത്തിൽ വരുമ്പോൾ ആരോടെങ്കിലും വെറുപ്പണമെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് വേണം നീ ചോദിക്കാൻ. അത് ഹൃദയത്തിൽ വെച്ചാണ് ചോദിക്കണേ. അല്ലെങ്കിൽ നീ നിന്റെ സ്വജാതി എന്ന ജീവിത പങ്കാളി നേടാൻ പാടുള്ളൂ. അത് ബ്രദർ എനിക്ക് അവനാണ് കെയർ ചെയ്യുന്നു, അതുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകണു. അപ്പം അയച്ചിട്ടില്ല നിങ്ങൾ നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ നീ നിന്റെ സ്വജാതി എന്ന ജീവിത പങ്കാളി തേടാവൂ. അത് കർത്താവിൻ്റെ വചനമാണ്. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നമ്മളെ പാലിക്കാതെ ഇഷ്ടമുള്ള ചോദിക്കുമ്പോൾ ലഭിക്കാത്തതിൻ്റെ കാരണം അതാണ്. ആ ജീവിതത്തിൻ്റെ പേരാണ്. അതൊന്നുകൂടി ഞാൻ പറയാം. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ള ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഞാനും നിങ്ങൾ അങ്ങനെ ജീവിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? ആ ഗുണത്തെക്കുറിച്ച് റോമാക്കാരിലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ഞാനും നിങ്ങളോ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ് നയിക്കുന്നെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണല്ലോ. റോമാക്കാരിലെ 8-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അത് അവിടെ പറയണം, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ആകയാൽ ഇപ്പോൾ, എല്ലാവരും ഉറക്കെ വായിച്ചത്, എല്ലാവരും ഉറക്കെ വായിച്ചത്. ആകയാൽ ഐക്യപ്പെട്ടിരിക്കുന്നില്ല, ശിക്ഷാവിധി, എല്ലാവർക്കും ശിക്ഷാവിധി ഇല്ല എന്നില്ല കേട്ടോ. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്, അതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ നരകത്തിനോ സ്തുതിயான സ്ഥലത്തിനോ ഈ പ്രപഞ്ചത്തിലോ മറുലോകത്തിലോ ഒരനർത്ഥത്തിന് നമ്മുടെ മേൽ അവകാശമോ സ്വാധീനമോ ഉണ്ടായിരിക്കില്ല. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചാൽ അതാണ് നമ്മുടെ ഗുരുവിൻ്റെ പ്രബോധനം. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ശിക്ഷാവിധിയില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ തെസ്സലോനിക്കയുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 4 കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവിതരിക്കുന്നവർ നിദ്ര മുമ്പായിരിക്കില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട്, കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ, വീണ്ടും വരവ്, അതാണ് ക്രിസ്തീയ പ്രത്യാശ. ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ അമ്മയായ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ അതേ ഈ ഒരുക്കത്തിലേക്ക് മാറ്റുന്ന ഒരു വർഷമാണ് ഇക്കൊല്ലം. മറ്റേത് വർഷത്തേക്കാൾ പ്രാധാന്യമുള്ള വർഷം, വീണ്ടെടുപ്പിൻ്റെ വർഷം.
എല്ലാ അടിമത്തിനുള്ള വീണ്ടെടുപ്പിൻ്റെ വർഷമാണത് ദൈവമക്കളെ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നത്. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന് 15-ാം വാക്യം, കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടിരിക്കുന്ന നിത്യപ്രാപിച്ച മുമ്പായിരിക്കില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവമക്കളെ 40-ാം നാൾ സ്വർഗ്ഗാരോഹണം ചെയ്തു. ഈശോയുടെ സ്വർഗ്ഗാരോഹണം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്, 3 സ്ഥലത്തുണ്ട്. എവിടേക്കാണ്? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലുണ്ട്. പിന്നെയുള്ളത് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യത്തിൽ. അവിടെയൊക്കെ ഒരു വാചകത്തിൽ ആ സംഭവത്തെ ക്രോഡീകരിക്കുകയാണ്. അതിനുശേഷം അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, എടുക്കപ്പെട്ടു. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് അവൻ ഈ ലോകത്തിൽ ഏറ്റവും പ്രത്യാശ നൽകുന്ന സംഭവങ്ങൾ സംഭവിക്കുന്ന രംഗം നമ്മുടെ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ സമയത്താണ്. നീ യഥാർത്ഥ ക്രിസ്ത്യാത്മീയനാണെങ്കിൽ നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ പ്രത്യാശ നൽകുന്ന സംഭവങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ സമയത്താണ്. അത് വ്യക്തവും സ്പഷ്ടമായിട്ട് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെ വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നിങ്ങളെല്ലാവരും ഭാവനയെ കണ്ടിട്ട് വേണം അത് വായിക്കാൻ. ഈശോയുടെ സ്വർഗ്ഗാരോഹണം അങ്ങനെ ഭാവനയെ കണ്ടിട്ട് വേണം വായിക്കാൻ. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും ഉറക്കം മറുപടി പറയണം കേട്ടോ, എങ്കിലേ അതിൻ്റെ പൊരുൾ കിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ഈശോയുടെ സ്വർഗ്ഗാരോഹണം എന്ന ഭാവനയെ കണ്ട് എന്നിട്ട് വായിച്ചാൽ അത് കുറേ ഉപദേശങ്ങൾ കഴിഞ്ഞു. അതാണ് പറയണേ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മതിക്കപ്പെട്ടു. ആരുന്നതങ്ങളിലേക്ക് സമ്മതിക്കപ്പെട്ടത്? ഒരാളുടെ സ്വരം കേട്ടുള്ള ഉറക്കെ പറഞ്ഞ ആരെ സമ്മതിക്കപ്പെട്ടത്? എടുക്കപ്പെട്ട ആരാണ്? യേശു. ആരാ നോക്കി നിൽക്കുന്നത്? ശിഷ്യന്മാർ. ഉറക്കെ പറഞ്ഞ എല്ലാവരും അവൻ ഉറക്കെ പറ. അങ്ങനെ ഭാവന കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ വലിയ പൊരുളാണ്. അതായത് ക്രിസ്ത്യാത്മയുടെ ഏറ്റവും പ്രത്യാശയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിക്കണേ. ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. എല്ലാവരും അത് ഉറക്കെ ഏറ്റുപെടണം. അങ്ങനെ അവർ നോക്കി നിൽക്കാൻ അവൻ ഉടനെ സംഭവിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. ആരെ മറച്ചത്? ഉറക്കെ പറ, ആരെ മറച്ചത്? ആരുടെ ദൃഷ്ടിയിൽ നിന്നാണ്? അതെ, ശിഷ്യന്മാരുടെ. വെള്ളവസ്ത്രം. അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതാരാണ്? മാലാഖമാർ. പറഞ്ഞല്ല അവരാരാണ്? ഈ മാലാഖമാർ ശിഷ്യന്മാരോട് പറയാണ്, അല്ലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങൾ ഇന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ തന്നെ വീണ്ടും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1, 2, 3, 4 കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ അസ്വസ്ഥരാകരുത്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കും നിങ്ങളായി, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ. അത് കർത്താവ് പറഞ്ഞെങ്കിൽ ആ തിരുവചനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ മാലാഖമാരിലൂടെ പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളിന്ന് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ തന്നെ വീണ്ടും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. ദൈവമക്കളെ, ഇതെവിടെ വെച്ച ഈശോയുടെ സ്വർഗ്ഗാരോഹണം ഉണ്ടാകുന്നത്? 12-ാമത്തെ വാക്യം വായിച്ച് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുക. അവർ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഈശോയുടെ സ്വർഗ്ഗാരോഹണം ഈ ഭൂമിയിൽ എവിടെയാണ് നടന്നത്? ഒലിവ് മലയിൽ. പറഞ്ഞെല്ലാവരും എവിടെ നടന്നത്? മാലാഖമാർ പറഞ്ഞത് എന്താ? എവിടെ പോയി അവിടെ തന്നെ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു അവർ ലോർഡ്, ഈശോയുടെ 2ാം വരവ് ഈ ഭൂമിയിൽ എവിടെ ഉണ്ടാകേണ്ടത്? ഒലിവ് മലയിൽ. പറഞ്ഞെല്ലാവരും ഒന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞേൻ. ഇന്നേക്ക് 2700 വർഷം മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവ് ഈ ഭൂമിയിൽ എവിടെ ഉണ്ടാകാമെന്ന് സ്പഷ്ടമായും വ്യക്തമായിട്ടും നമ്മുടെ പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബൈബിളിലൂടെയല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞു തരിക. സക്കറിയായുടെ പ്രവചനം 14-ാം അധ്യായം 4-ാം വാക്യം നിങ്ങൾ വായിച്ചു വെക്ക്. ഇന്നേക്ക് 2700 വർഷമുള്ള കർത്താവിൻ്റെ പ്രബോധനമാണ് തൻ്റെ മക്കൾക്ക് നൽകുന്ന അറിവുകൾ, വെളിപ്പെടുത്തലാണ്. സക്കറിയായുടെ പ്രവചനം 4, ജെറുസലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ അന്ന് അവിടെ നിന്ന് നിലയുറപ്പിക്കും. കർത്താവിൻ്റെ പാദം മല തൊടുന്ന അതേ നിമിഷം ഒലിവ് മല നടുവെ പിളർന്ന് നടുക്ക് വലിയൊരു താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ട് നീങ്ങും. അതെ, ഈ താഴ്വര ആസാൽ വരെ എത്തുന്നതായിരിക്കും. ദൈവമക്കളെ, ഈശോയുടെ പാദം ഒലിമല തൊടുന്ന അതേ നിമിഷം ഈ ഒലിമലുണ്ടായി. ഞാൻ പലപ്പോഴും ഈ ഹോളി ലാൻഡ് സന്ദർശിച്ചിട്ടുള്ളവനും ഈ ഒലിമലയിൽ താമസിച്ചിട്ടുള്ളവനുമാണ്. ഇന്ന് ആ ഒലിമല ഈ നിമിഷം 2ആയി പിളരാൻ പാകമായ അവസ്ഥയിലാണ്.
അതിൻ്റെ കാരണം അത് ഇനി ഞാൻ ചരിത്രമാണ് പറയണേ, വാൽമീകി ബൈബിളല്ല. ദൈവമക്കളെ, 1930 വലിയൊരു ഭൂകമ്പത്തിൽ നമ്മുടെ ഈ ഭൂമി, ഈ കടലും കുന്നും മലയും കാടും ഒക്കെ എവിടെയാ ഇരിക്കണമെന്നറിയാം. ഭൂമിയുടെ അടിയിൽ വലിയ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന് മലയാളത്തിൽ പറയാ ഭൗമപാളി, പറഞ്ഞ എല്ലാവരും ഇംഗ്ലീഷിൽ പറയാം ടെക്ടോണിക് പ്ലേറ്റ്. അതിലാണ് നമ്മുടെ കടലും കുന്നും മലയും ഒക്കെ ഇരിക്കണേ, ഈ കാടും ഒക്കെ ഇരിക്കണത്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലേറ്റ് ഒന്നും അല്ല കേട്ടോ. ഒക്കെ 10,000 5000 കിലോമീറ്ററൊക്കെ വലിയ ഭയങ്കരമാണ്. അതിന് ദൈവമക്കൾ അതിലാണ് ഇതിരിക്കുന്നത്. അതിങ്ങനെ ഇളകാൻ തുടങ്ങുമ്പോഴാണ് എന്തുണ്ടാവണത്? ഭൂമികുലുക്കം കൊണ്ടാണ്. ഈ ഉലുമല ഇരിക്കുന്ന അതങ്ങോട്ട് ചെറിയ വരെ പോവും. അവിടെയുള്ള ടെക്ടോണിക് പ്ലേറ്റ് സ്ലൈറ്റ്ലി ക്രാക്ക് ആയിരിക്കാം. എപ്പോൾ വേണമെങ്കിൽ 2 പിളരാമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. 2700 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞാണ് അവസാന നാളിൽ ഉലുമല 2 പിളരുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഉലുമല 2 പിളരാൻ പാകമായ അവസ്ഥയിലാണ്. അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടാവിൻ്റെ വരവിന് ഈ പ്രപഞ്ചം ഒരുങ്ങിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കളെ റോമാക്കാർ ലേഖനം 8-ാം അധ്യായം 19-20 വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു. റോമാക്കാർ 8-19 സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് വല്ല മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് കട്ടിയായ ഭാഷ ദൈവം ഉപയോഗിച്ച് ലളിതമായി പറഞ്ഞുതരാം. ഈ പ്രപഞ്ചവും ഇതിലെ സമസ്തവും തൻ്റെ ഉടയവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്ങനെ കാത്തിരിക്കണേ? തന്നെ നാശത്തിന് വിട്ടുകൊടുത്തുകൊണ്ട്. ഇന്ന് ഉലുമല തന്നെ നാശത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ സൃഷ്ടാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ബൈബിളുമായിട്ട് ഈ ദാസൻ ഇറങ്ങി തിരിച്ചത്. അല്ലാതെ ലോകത്തിലൊരു നേട്ടത്തിന് വേണ്ടിയല്ല ദൈവമക്കളെ. കാരണം പ്രപഞ്ചം നമ്മുടെ ബൈബിളിൽ നമ്മുടെ കർത്താവിൻ്റെ 2-ാം വരവിൽ സംഭവിക്കേണ്ട ഒരുപാട് 500ഓളം പ്രവചനമുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്.